ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു. പ്രസിഡന്റ് ഉൾപ്പെടെ 9 അംഗ സംഘം സഞ്ചരിച്ച ഹെലികോപ്റ്റർ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെയാണ് എല്ലാവരും കൊല്ലപ്പെട്ടതായുള്ള സ്ഥിരീകരണം പുറത്തുവരുന്നത്. അസർബൈജാൻ അതിർത്തിക്ക് സമീപമാണ് അപകടമുണ്ടായത്. ഇറാനിൽ 3 അംഗ ഭരണസമിതി നിലവിൽ വന്നു. ഉമൈബാൻ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ഉമൈബാൻ, ഇത്രയും മണിക്കൂറുകൾക്ക് ശേഷം മരണം സ്ഥിരീകരിക്കുകയാണ്. ഇറാൻ മാധ്യമങ്ങളടക്കം ഈ വിവരങ്ങൾ ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തേക്ക് വിടുകയാണ്. 3 അംഗ ഭരണസമിതി നിലവിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. എങ്ങനെയാണ് ഇറാൻ ഈ വാർത്ത അഭിമുഖീകരിക്കുന്നത്? മധു സൂചിപ്പിച്ച പോലെ തന്നെ ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടു, ഹെലികോപ്റ്റർ അപകടത്തിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്ത ഇപ്പോൾ ഇറാൻ ദേശീയ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 14 മണിക്കൂറിന് ശേഷമാണ് ഈ അപകട സ്ഥലത്തേക്ക് ഈ രക്ഷാപ്രവർത്തക സംഘത്തിന് എത്താൻ കഴിഞ്ഞത്. ഇന്നലെയാണ് ഈ അപകടം നടക്കുന്നത്. ഈ ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ ഒരു അണക്കെട്ട് ഉദ്ഘാടനത്തിന് ശേഷമാണ് ഈ പ്രസിഡന്റും അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ഹുസൈൻ അമീർ ഉൾപ്പെട്ട സംഘം, ഒരു 9 അംഗ സംഘമാണ് ആ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ അസർബൈജാൻ അതിർത്തിയിൽ നിന്ന് ഒരു 600 മീറ്റർ വനമേഖലയിൽ എത്തിയപ്പോഴേക്കും ഒരു മലയിടുക്കിൽ ഈ ഹെലികോപ്റ്റർ ഇടിക്കുകയായിരുന്നു. ഈ ഹെലികോപ്റ്ററിനൊപ്പം 2 ഹെലികോപ്റ്റർ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ മറ്റ് 2 ഹെലികോപ്റ്റർ സുരക്ഷിതമായി തിരിച്ചെത്തിയപ്പോഴും ഈ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ തിരിച്ചെത്തിയിരുന്നില്ല. കാലാവസ്ഥ വളരെ ദുഷ്കരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വനമേഖലയിലേക്ക് എത്താൻ രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ വളരെ 14 മണിക്കൂർ നീണ്ട ദൗത്യത്തിന് ശേഷമാണ് ഈ രക്ഷാപ്രവർത്തകർ ഈ ഹെലികോപ്റ്റർ തകർന്ന വനമേഖലയിലേക്ക് എത്തുന്നത്. അപ്പോഴേക്കും കംപ്ലീറ്റ് കത്തിക്കരിഞ്ഞ നിലയിൽ ഈ മൃതദേഹങ്ങൾ കിടപ്പുണ്ടായിരുന്നു. അത് ഇനിയിപ്പോൾ DNA പരിശോധന നടത്തിയ ശേഷമാണ് ഇത് ആരുടെയൊക്കെ മൃതദേഹമാണ് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. കാരണം പല മൃതദേഹങ്ങളും പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ്, പലതും തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലാണ്.